ഹായ് ബോയ്സ്, ഇതുകൊണ്ടാണ് പുള്ളപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. Now we have amazing video to show you of a rescue in Paris. An immigrant from Mali is being called a real-life Spider-Man after he rescued a child dangling from a balcony. Look at this. You can see Mamoudou Gassama, that's his name, scaling. സ്വന്തം ശരീരത്തിന്റെ ഭാരം പിടിച്ചുയർത്താനുള്ള ആരോഗ്യം സ്വന്തം കൈകൾക്ക് വേണം. ഇത് ഒന്നെങ്കിൽ സ്വയരക്ഷയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവൻ ഇതേപോലെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു. ബേസിക് നെസസിറ്റീസ് ആയിട്ട് പറയുന്ന എക്സസൈസിൽ ഒരു സാധനം തന്നെയാണ് പുള്ളപ്പ്. ഒന്ന് പുഷപ്പ്, അത് ഓൾമോസ്റ്റ് എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റും. പുള്ളപ്പ് ചെയ്യാൻ പറയുമ്പോഴേ നെറ്റ് ചുളിക്കുന്ന പയ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് ഇതൊന്ന് കാണുമ്പോഴെങ്കിലും ഇത്തിരി വെളിവ് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വയമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. റിയലി പുള്ളപ്പ് അടിക്കാൻ ജിമ്മിൽ പോകണമെന്ന് ഒരാവശ്യവും ഇല്ല. നമ്മുടെ വീട്ടിലെ സൺഷൈഡിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വേണമെങ്കിൽ പുള്ളപ്പ് അടിക്കാം. സൺഷൈഡിൽ പുള്ളപ്പ് അടിച്ചാലുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ തഴമ്പ് വീഴും. ഇവിടെയും ഇവിടെയൊക്കെ തഴമ്പ് വീഴും. തഴമ്പ് വീഴുമ്പോൾ ഉള്ള കാര്യം, തഴമ്പെന്ന് പറഞ്ഞത് നമ്മുടെ ഫോറാംസിൻ്റെ സ്ട്രെങ്ത് കാണിക്കും. ഫോറാംസിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിലേ നമുക്കതിൽ പിടിച്ച് തൂങ്ങിക്കിടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ബാക്കിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുള്ളപ്പ് അടിക്കാൻ പറ്റുള്ളൂ എന്നല്ല. നമ്മുടെ കൈക്ക് ആരോഗ്യം വേണം. ഇത്രയും പോർഷനുള്ള കൈക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുള്ളപ്പ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ആ ഗ്രിപ്പ് പിടിച്ച് അതിൽ നിൽക്കാൻ പറ്റും. അപ്പം സൺഷൈഡ് ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പം മിനിമം ആയിട്ട് ആ ഒരു സ്ട്രെങ്ത് എങ്കിലും നമ്മുടെ കൈക്ക് ആവശ്യമായിട്ട് മസ്റ്റായിട്ട് വേണ്ട സാധനം. ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് സ്ട്രെങ്ത്. സ്റ്റേ സ്ട്രോങ് ബോയ്സ്, ടേക്ക് കെയർ.